വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് റെഡ് NS200 എന്നുള്ള ആ ഒരു സീരീസിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ എൻഡോർക്കിൻ്റെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻഡോർക്കിൻ്റെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യുന്ന അത്ര ലുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഡോമിനറിൻ്റെ ഹെഡാണ് കുറച്ചുകൂടെ എനിക്ക് അത്ര ഒരു ലുക്കായിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡോമിനറിൻ്റെയാണ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളത്. നൈറ്റ് വിസിബിലിറ്റി ആയാലും കുറച്ച് കൂടുതലുള്ള നമ്മുടെ ഡോമിനറിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും അല്ലെങ്കിൽ ആ ഒരു സജഷൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് ബിഗ് താങ്ക്സ് കേട്ടോ. പിന്നെ നമ്മുടെ എൻഡോർക്കിൻ്റെ ഹെഡ് കിട്ടാൻ കുറച്ച് പാടാണ്, അന്വേഷിച്ചപ്പോഴത്തേക്കും കിട്ടാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോമിനറിൻ്റെയും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡോമിനർ 400 ഹെഡാണ്. അപ്പോൾ സ്വന്തമായിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, കുറച്ച് വയറിങ്ങും അതിൻ്റെ കട്ടിങ്ങും കുറച്ച് സംഭവങ്ങളൊക്കെ കുറച്ച് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടി പെയിൻറ്റ് ചെയ്ത ഷോപ്പ് ഉണ്ടല്ലോ, ആ പെയിൻറ്റ് ചെയ്ത ആ ഒരു ഷോപ്പിലാണ്, അവിടുത്തെ മച്ചാനാണ് നമുക്ക് ഇന്ന് ഹെഡ് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ് സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ അറിയാം ഈ ഒരു ഷോപ്പ് നമ്മുടെ മച്ചാന വണ്ടി പെയിൻറ്റ് ചെയ്ത് നമ്മൾ ആ സെയിം ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെഡ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെഡ്. ഇനിയിപ്പോൾ ഇത് ഹീറ്റ് ചെയ്തൊക്കെ ഇളക്കണം. മച്ചാൻ നമ്മുടെ വണ്ടിയുടെ ഹെഡ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് വയറിങ്ങിൻ്റെ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇളക്കുന്നതൊക്കെ ജസ്റ്റ് ടൈം ലാപ്സ് ആയിട്ട് കാണിക്കാം. പിന്നെ വയറിങ്ങിൻ്റെ ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ മച്ചാൻ അവിടെ നമ്മളെ ഹെഡ് ഏകദേശം ഇളക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്തായാലും ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ ഫുള്ള് ഇളക്കി എടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ ഫുള്ള് ഇളക്കി എടുത്തു. ഇതേ നമ്മുടെ മീറ്റർ, സൈഡ് മാസ്ക്, ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പാർട്ട്, പിന്നെ ബാക്ക് ഫയറിങ്, പിന്നെ നമ്മുടെ വൈസർ. ഇതേ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇനിയിപ്പോൾ ഇതിനകത്താണ് പണിയാനുള്ളത്. ഈ സൈഡൊക്കെ ഇനി ഫുള്ള് ഹീറ്റ് അടിച്ച് ഇളക്കണം. ഇളക്കി എടുത്തിട്ടാണ് നമ്മുടെ ഡോമിനറിൻ്റെ ധൂമിനകത്ത് കയറ്റാനുള്ളത്. ഇത് നല്ല ചടങ്ങാണ് കേട്ടോ, ഒരുപാട് സമയമെടുക്കും. പിന്നെ അത് മാത്രമല്ല, ഹീറ്റ് ചെയ്ത് ഇളക്കി നമ്മളെ ധൂമിനകത്ത് കയറ്റിയതിന് ശേഷം സൈഡിൽ സിലിക്കോണൊക്കെ അടിച്ച് ഇത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. എങ്ങനെ പോയാലും കുറഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും വെച്ചില്ലെങ്കിൽ ഒട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഹെഡ് ഫുള്ള് ഇളക്കി കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി അത് ഫുള്ള് ഹീറ്റ് ചെയ്ത് ഇളക്കിയിട്ട് വേണം നമ്മുടെ ഡോമിയുടെ ഹെഡ് എടുത്ത് കയറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ ചടങ്ങിന് ശേഷം ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇളക്കുന്നവരുടെ ഒന്നേ പറയാനുള്ളൂ, സംഭവം എന്ത് പശയിട്ടാണ് ഒട്ടിച്ചേക്കുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അമ്മാതിരി പശയിട്ടാ വിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് സംഭവം, ഭയങ്കര പശ. പിന്നെ നമുക്ക് ഈ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. നമുക്ക് ഈ സാധനം മാത്രമാണല്ലോ വേണ്ടത്. പക്ഷേ ഇളക്കുന്നവർ സൂക്ഷിച്ചൊക്കെ ഇളക്കുക, കാരണം വയറിങ്ങിനോ അതിൻ്റെ അകത്തിരിക്കുന്ന LED പാനലിനോ എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പണിയെടുത്തത് മൊത്തം വെറുതെ ആവും. സൂക്ഷിച്ചൊക്കെ ഇളക്കുക, സമയമെടുത്ത് തന്നെ ഇളക്കുക എല്ലാവരും. ഞാനും വിചാരിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും പാടാണെന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ പശ. ഇത് നമ്മളെ കീലൊക്കെ പോലെ ഇരിക്കും, ടാർ ചെയ്യുന്ന സാധനം പോലെ ഇരിക്കും, അമ്മാതിരി കട്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡോമിനറിൻ്റെ ബാക്കിൽ പോർഷൻ കേട്ടോ. ഹെഡിൻ്റെ ബാക്കിലത്തെ പോർഷനാണ് ഇളക്കിയെടുത്തത്. അതിൻ്റെ പാട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ വരുന്ന പോർഷനൊക്കെ നമ്മൾ സ്ക്രൂ വരുന്നതാണ് ബാക്കിൽ, അതൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു പരുവം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഫ്രണ്ട് ഗ്ലാസ്സാണ്, അപ്പോൾ അതിൻ്റെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ സാധനം ഇളക്കി നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് സാധനം. നമുക്ക് ഇത്ര സാധനം മതി ഹെഡിനകത്തോട്ട് കയറ്റാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് നമ്മുടെ
NSൻ്റെ ഹെഡ് ഹീറ്റ് ചെയ്ത് ഇളക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് NSൻ്റെ ഹെഡ് ഊരിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെയുണ്ട് ബ്രോ? പാടുണ്ടോ? അത്യാവശ്യം പാടുണ്ട്. മറ്റേൻ്റെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം കഷ്ടപ്പെടേണ്ടി വരും. നല്ല പശയുണ്ട്, അകത്ത് വെള്ളമൊക്കെ ഇറങ്ങാതിരിക്കാനുള്ള സീനുള്ളതുകൊണ്ട് സാധനം നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. വൻ ചടങ്ങാണ് ഇളക്കുന്ന കാര്യം. കൈസ് അപ്പോൾ നമ്മൾ NSൻ്റെ ഗ്ലാസും ഊരി എടുത്തിട്ടുണ്ട്. നല്ല ചടങ്ങാണ് കേട്ടോ ഊരി എടുക്കാൻ. നമുക്കും എനിക്കും വല്ല വീഡിയോയിലേക്ക് കണ്ടുള്ള ധാരണയുള്ളായിരുന്നു. പക്ഷേ ഇത്രയും പാടാണെന്ന് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. നല്ല പാടാണ് കേട്ടോ ഇളക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ ഡോമിനാറിൻ്റെ ഹെഡ് ഇളക്കിയെടുക്കുമ്പോൾ ഇത് ചുമ്മാ അങ്ങ് എവിടെയെങ്കിലുമൊക്കെ കടിച്ച് പൊട്ടിച്ചൊക്കെ ഇളക്കാൻ പറ്റില്ല. നമ്മൾ തിരിച്ചിതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ട സാധനം ആയതുകൊണ്ട് നല്ല കെയർ ചെയ്ത് ഇളക്കാൻ പറ്റുള്ളൂ. നമ്മളെ മെയിൻ ഗ്ലാസ് ഇളക്കി, ബാക്കി പ്രോഡക്റ്റ് കയ്യിലുണ്ട്. ഇനി ഇതാണ് സൈഡൊക്കെ കട്ട് ചെയ്യാനുള്ള സാധനം. ഓക്കെ, അപ്പോൾ നമ്മുടെ NSൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഇവിടെ വെച്ച് ഈ പോർഷൻ സൈഡ് 2 കട്ട് ചെയ്യണം. കട്ട് ചെയ്താലേ നമ്മുടെ ഡോമിനൻ്റെ ധൂം ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. നമ്മുടെ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നമ്മുടെ ഹെഡ് നമ്മൾ സിലിക്കോണൊക്കെ അടിച്ച് വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഹോള് നമ്മൾ MCയിൽ വെച്ച് അടയ്ക്കാൻ പോവുകയാണ്. സിലിക്കോണിൻ്റെ സംഭവം ഗ്ലാസിൻ്റെ ആ ഒരു പോർഷൻ മൊത്തം സിലിക്കോൺ വെച്ച് അടച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഒറ്റ ദിവസം എന്തായാലും കാണിക്കാൻ പറ്റില്ല. കാരണം സിലിക്കോൺ ഒട്ടാൻ കുറച്ച് സമയം എടുക്കും. കുറഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും വെച്ചാലേ സാധനം ഒട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഫുൾ ഡേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം അത്യാവശ്യം നല്ല കിടലായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോൾ അടയ്ക്കണം MCയിൽ വെച്ചിട്ട്. ബാക്കിയെല്ലാം സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ MCലിൻ്റെ പരിപാടി 2 സൈഡും ഫുള്ള് സെറ്റ് ചെയ്ത് കേട്ടോ. 2 സൈഡ് MCയിലിട്ട് അടച്ചിട്ടുണ്ട്. വെള്ളം കയറാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് പണിഞ്ഞത് വെറുതെ ആവും. അപ്പോൾ നമ്മൾ 2 സൈഡ് MCലിൻ്റെ സംഭവം വെച്ച് ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാസ്കും കൂടെ കയറ്റി വയറിങ് കണക്ഷനൊക്കെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിലിക്കോണും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സൈഡ് മാസ്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ പാർക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണമല്ലേ? ഓക്കെ, അപ്പോൾ പാർക്കിൽ ഡിമ്മുമായി ബ്രൈറ്റായി. ഓക്കെ, ഫുൾ സെറ്റ്. ഓക്കെ, നമ്മൾ ഫുൾ സെറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഗൈസ് അപ്പോൾ നമ്മളെ ഫുൾ വർക്ക് കഴിഞ്ഞു. അച്ഛനെ ഒന്ന് സ്റ്റാർട്ട് ആക്കിക്കോ. ഓക്കെ, ചാവി ഓൺ ആക്കുമ്പോഴത്തേക്കും പാർക്ക് കത്തുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഇത് ബ്രൈറ്റ് അല്ലേ? ഓക്കെ, ഫുൾ വർക്കിംഗ് ആണ് സാധനം. അപ്പോൾ നമ്മുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, എല്ലാം നല്ല പക്ക പ്രോപ്പർ വർക്കിംഗ് ആണ്. നമ്മൾ ഡിമ്മും ബ്രൈറ്റും പിന്നെ ഫാസ്റ്റ് ലൈറ്റ് സ്വിച്ച് എല്ലാം നല്ല പ്രോപ്പറായിട്ട് നമ്മൾ പക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഫുൾ സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ അർജുൻ ബ്രോ ആണ്.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അർജുൻ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വീഡിയോ താഴെ എന്തെങ്കിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് വയറിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ ചോദിച്ചറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അർജുൻ ബ്രോ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാനെ ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ഇതേപോലെ വർക്ക് NS ഡോമിനറിൻ്റെ ഹെഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മച്ചാനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാം സെറ്റാക്കി തരും. നമ്മുടെ കല്ലമ്പലത്താണ്, ട്രിവാൻഡ്രത്ത് കല്ലമ്പലത്താണ് മച്ചാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. വണ്ടിയുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും.